ഹായ് ആൾ. ഇന്ന് ഞങ്ങൾ പോകുന്നത് ടോക്കോയിലേക്കാണ്. ടോക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അറ്റ്ലാന്റ സൗത്ത് കരോളിന ബോർഡറാണ്. ഇവിടെ നിന്ന് 1 hour 49 minutes ടോക്കോ ഈ വീട്ടിലായിട്ടുള്ളത്. അപ്പം ഞങ്ങൾ എന്നും പോകുന്ന പോലെ Airbnb ബുക്ക് ചെയ്തതാണ്. ഈ വീണ്ടും പക്ഷേ പ്രത്യേകം തന്നെ ഫുള്ള് ഫ്ലവേഴ്സ് ആയിരുന്നു, നല്ല ഗാർഡൻ ഉണ്ടായിരുന്നു, പിന്നെ നല്ല ഫിഷിങ്ങിനെ പറ്റിയ തീം ഏരിയാസും വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒത്തിരി പേര് ജെറ്റ് സ്കീയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു, നമ്മളിപ്പോൾ വെളിയിൽ നിന്ന് കാണുമ്പോഴത്തേനും ഒരു പഴയ വീടാന്ന് പറഞ്ഞാലും ആകെയൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. ഉണ്ടോ, ഗാർഡനൊക്കെ നല്ല സ്പേഷ്യസ് ആയിരുന്നു. നമുക്ക് പിള്ളേർക്കൊക്കെ ഓടിക്കളിക്കാൻ അടിച്ച് നടക്കാനുള്ള, പിന്നെ കയാക്കിങ്ങിനൊക്കെയുള്ള വേണ്ട സാധനങ്ങൾ, കയാക്കിങ് ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ അതിനുള്ള സാധനങ്ങളും കാര്യങ്ങളും അതിനുള്ള എക്യുപ്മെൻറ്റ്സും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഈ വഴിയാണ് നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള എൻട്രൻസ് വരുന്നത്. ഇവിടെ ഈ ഒരു സൈഡിലും അവർ കുറേ ഗാർഡനും ഇനിയും ഗാർഡനിൽ പ്ലാന്റ് ചെയ്യാനായിട്ട് ഏരിയ അവരെല്ലാം ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുക, പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണിത്. കയറുമ്പോഴേ ഇതാണ് കേട്ടോ, അതാണ് അതിൻ്റെ ഫ്രണ്ട് ഏരിയ എന്ന് പറയുന്നത്. നമ്മൾ വീട്ടിലോട്ട് കയറുമ്പോഴത്തേന് ഒരു കിച്ചൺ നമുക്കിവിടെ ഉണ്ട്. പിന്നെ വരുന്നത് ഒരു പൂൾ ടേബിളാണ്. ഇതെല്ലാം നല്ല ക്ലോസ് ഒക്കെ ചെയ്ത് നല്ല വൃത്തിയായിട്ടാണ് വെച്ചിരുന്നത്. പിന്നെ ഡൈനിങ് ഏരിയ വന്നു. പിന്നെ വരുന്നത് ഇതാണ് മെയിൻ കിച്ചൺ. 2 കിച്ചണുണ്ട് കേട്ടോ. പിന്നെ സിറ്റിംഗ് റൂം. ഈ വീട്ടിലുള്ളവർ ഒത്തിരി ട്രാവൽ ചെയ്തേക്കുന്നവരാന്ന് തോന്നുന്നു കേട്ടോ. കാണുന്ന എല്ലാം അവർ പോയ ഡെസ്റ്റിനേഷൻസിൻ്റെ ഓരോരോ മോണമെൻറ്റ്സ് ആണ്. പിന്നെ ഒത്തിരി പഴയ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ലൈക്ക് ബൈനോക്കുലേഴ്സും കാര്യങ്ങളും എല്ലാം അവർക്കുണ്ടായിരുന്നു. പിന്നെ കിലോസ്കോപ്പ്. അങ്ങനെ ഞങ്ങൾ എല്ലാ സാധനങ്ങളൊക്കെ അൺലോഡ് ചെയ്യുവാണ്. പിന്നെ പോയി ഞങ്ങൾ ഫിഷിംഗ് ഒക്കെ ചെയ്തു. അതുകൊണ്ട് ഞങ്ങളുടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അന്താക്ഷരിയൊക്കെ കളിക്കാനായിട്ട് തുടങ്ങി. നമ്മൾ എഴുന്നേറ്റ് വീണ്ടും നമ്മൾ രാവിലെ ഫിഷിംഗ് ഒക്കെ ചെയ്തു. പിന്നെ നമ്മൾ കറങ്ങാൻ പോയി. അവിടെ ടോക്കോയിൽ ഏറ്റവും ഫേമസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ വാട്ടർഫോളാണ് കേട്ടോ, ടോക്കോ ഫോള്. അതുകൊണ്ട് പിന്നെ ഞങ്ങളിത് നല്ലൊരു വാക്കായിരുന്നു, നല്ലൊരു പാർക്ക്, നല്ല തണലൊക്കെ ഉള്ള. ഞങ്ങൾ ഈവനിങ് ആയപ്പോഴാണ് ഇറങ്ങിയത്. അങ്ങനെ ടോക്കോ ഫോൾ പോകുന്ന ഏരിയയാണ്. ഇതാണ് ടോക്കോ ഫോൾ. അവിടെ വെഡ്ഡിങ്സ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഞങ്ങൾ എന്നപ്പോൾ ഒരു കല്യാണമായിരുന്നു, ഞങ്ങൾക്ക് ഒത്തിരി നേരം സ്റ്റേ ചെയ്യാൻ പറ്റിയില്ല. അവർ പെട്ടെന്ന് ഞങ്ങളെ വിട്ടു. പിന്നെ ഞങ്ങൾ പറയുന്നത് ഹെൻഡർസൺ ഫോൾ പാർക്ക്. ഇവിടെ കുറച്ച് ചെറിയൊരു ഫോളും പിന്നെ നമുക്ക് നടക്കാൻ പറ്റിയ പാർക്കും പിള്ളേർക്ക് കളിക്കാനുള്ള ഏരിയാസും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കൂടെ ഞങ്ങൾ വൈകുന്നേരം കുറച്ച് നേരമൊക്കെ നടന്നു. നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിലേക്കൂടെ നടന്നു. അവിടെ ചെറിയൊരു വാട്ടർഫോൾ ഉണ്ടായിരുന്നു. അവിടെ പോയി ഞങ്ങൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ അവിടെ ഒരു ചെറിയൊരു നമ്മളുടെ മഞ്ഞുമൽ ബോയ്സിൻ്റെ ഗുഹ പോലെ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ ഞങ്ങൾ വീണ്ടും വേക്കപ്പ് ചെയ്തു. ഞങ്ങൾ അവിടെ ഒരു മിലിറ്ററി പ്ലേസ് ഉണ്ടായിരുന്നു. നമ്മൾ അമേരിക്കൻ മിലിറ്ററി വേൾഡ് വാറിൻ്റെ ഒക്കെ തീമിൽ അവർ എല്ലാവരെയും ഹോണർ ചെയ്യാനായിട്ട് മിലിറ്ററി സ്ഥലമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. അവിടെ എല്ലാ ഗൺസും കാര്യങ്ങളും എല്ലാം അവർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വേൾഡ് വാറിന് യൂസ് ചെയ്തേക്കുന്നതും അന്നത്തെ കാലത്ത് യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സും ഒക്കെ വെച്ച്, അതൊക്കെ ഈ മിലിറ്ററിയിലൊക്കെ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു ആയിരുന്നു കേട്ടോ. റെഗുലർ വേൾഡ് വാർ മാത്രമല്ല കേട്ടോ, കുറേ മൂവീസിനെ എല്ലാം ബേസ് ചെയ്തിട്ടായിരുന്നു അവരുടെ ഈ ഇത് അവരുണ്ടാക്കി വെച്ചേക്കുന്നത്. ഇതൊക്കെയാണെങ്കിൽ നമ്മൾ ഒറിജിനൽ സോൾജേഴ്സ് നിൽക്കുന്നതുകൊണ്ട് തന്നെ പറയും. അങ്ങനെ നമ്മളവിടെ കുറേ നേരം എല്ലായിരുന്നു കണ്ടു. നമുക്ക് ഇത് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ. പിള്ളേർക്കൊന്നും അത് വലിയ ഇൻട്രസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് നേരെ പോയത് പാർക്കിലാണ്. വന്ന് വീട്ടിൽ വന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നെക്സ്റ്റ് ഡേ ഞങ്ങൾ റെഡിയായി ഞങ്ങൾ തിരിച്ച് പോവാണ്. വാട്സപ്പ് കണ്ടപ്പോൾ തന്നെ പഴയ കാലത്തെ ഓർമ്മകളൊക്കെ വന്ന് മമ്മി അത് ചെവിയിലൊക്കെ എടുത്ത് വെച്ചേക്കുവാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ്. ബൈ.